ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നലെ റയൽ മാഡ്രിഡ് തോറ്റിരിക്കുന്നു ഗൈസ്. എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും തുറക്കാൻ പോലും പറ്റണില്ല, അതുപോലത്തെ അവസ്ഥയാണ്. ആൾക്കാർ വന്ന് പൊങ്കാല വർഷം നടത്തുക. അത് കുഴപ്പമില്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നെനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വന്നേക്കണത് എന്നാന്ന് വെച്ചാൽ വെറുതെ വന്നിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇന്ന് സംസാരിക്കാനായിട്ട് മനസ്സിൽ തോന്നുന്നില്ല. എന്ത് വേണമെങ്കിൽ സംസാരിക്കാം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിച്ചാലോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക്കായിട്ട് ഭയങ്കരമായിട്ട് എന്നാ പറയണേ, അതിന് സയൻറ്റിഫിക്കായിട്ടൊരു പ്രൂവൺ പരിപാടിയൊന്നും അല്ല അത് ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു ക്യാരംസ് ടൂർണമെൻറ്റ് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിഷ്വലൈസ് ചെയ്തു ക്യാരംസ് ടൂർണമെൻറ്റ് ജയിക്കാനായിട്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൂടെ ഒന്നും ആയിരിക്കില്ല അത് ജയിച്ചതും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടാണ് ആ കളി ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഓണത്തിനായിരുന്നു, ഓണപരിപാടിയുടെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഓണപരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 5 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തു. എത്ര അമ്പൂരിയും കണ്ടോ കൊടുത്തു ഓരോ പ്രാവശ്യം. അപ്പോൾ അങ്ങനെയായിരുന്നു, എന്നിട്ടും അത് ജയിച്ചു. അതുപോലെ എനിക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഓരോ എന്നാ പറയണേ, ഒരു സ്ത്രീ എങ്ങനെ പറയൂ, ഇതൊക്കെ നാണമാവും. എന്നാ പറയണേ, സ്ത്രീകളുടെ ചിരിയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീകൾ മീൻസ് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്രഷിൻ്റെയൊക്കെ ചിരിയൊക്കെ കിട്ടിയിട്ടുണ്ട് തിരിച്ച്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആദ്യമായിട്ടൊക്കെ ചിരിക്കണേ അവർ. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സംഭവം പരിപാടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ പരിപാടികളുണ്ട്. വിഷ്വലൈസേഷൻ ഉണ്ട്, മെഡിറ്റേഷനൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് സംഭവിക്കുമോ എന്ന് വെച്ചാൽ, ഈ വിഷ്വലൈസേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നടന്നു എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക, ആ ഫീലിംഗ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വേ അല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വേ ഞാൻ പറയാം. നമ്മുടെ ന്യൂറോ പാത്വേസ്, ന്യൂറോൺസ് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ മാറും. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാറും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യും ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് വഴി. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അതായത് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കും. ആ സാഹചര്യത്തിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതേപോലെ നമ്മൾ പെരുമാറും. അതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ വേ ആണ്. ന്യൂറോ ബയോളജിയോ ന്യൂറോ സയൻസ് എന്നൊക്കെ പറയാം അതിന്. അങ്ങനെ കുറേ പേർക്കൊന്നും ഇതിനകത്ത് വിശ്വാസമില്ല. ഞാൻ 2018 തൊട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പുറകെയാണ്. എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ അത് കാരണമാണ് പോയത്. കാരണം ആക്ഷൻ എടുക്കാണ്ട് ചുമ്മാ ഇതിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആക്ഷൻ എടുക്കണം ഗൈസ്, ആക്ഷൻ എടുത്തിട്ടാണ് കാര്യമുള്ളൂ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അലൈൻഡ് ആക്ഷൻ. ചുമ്മാ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതായത് ഇപ്പോൾ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ പല സ്റ്റേജിൽ കൂടെ ആയിരിക്കും കടന്നു പോകണേ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ കുറേ അമ്മമാർ വന്ന് പറയും. പക്ഷെ നമുക്ക് ചിലപ്പോൾ രാവിലെ ഒന്നും എണീക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ അങ്ങനെ അല്ലായിരിക്കും പണിയെടുക്കുക. നമ്മുടെ ഹാർഡ്വെയർ നമുക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നണേ, ഈസി, നമുക്ക് ആക്ഷനായിട്ട് പോലും തോന്നരുത്, അങ്ങനത്തെ ആക്ഷനെയാണ് അലൈൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആക്ഷൻ എടുത്തിട്ടാണ് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇത് ഭയങ്കര കട്ടിപ്പണിയാണെന്നും പറഞ്ഞ് എടുക്കണ ആക്ഷൻ അത് അലൈൻഡ് ആക്ഷൻ അല്ല. അത് ഭയങ്കര റെസിസ്റ്റൻസോടുകൂടി നമ്മൾ എടുക്കണ ആക്ഷനാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അതെനിക്ക് ഭയങ്കര പണിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വേറൊരാൾക്ക് ചിലപ്പോൾ അത് അലൈൻഡ് ആക്ഷൻ ആയിരിക്കും. എനിക്കങ്ങനെ അല്ല. കാരണം ഞാനിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയും മനസ്സും എല്ലാം കൂടെ അലൈൻ ചെയ്തേക്കണ ചുമ്മാ വന്നിങ്ങനെ എന്തെങ്കിലും പറയാനാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നു, അതാണ് എൻ്റെ അലൈൻഡ് ആക്ഷൻ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നലെ വിജയിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, TV-ക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് എന്നാ പറയണേ, അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടു. കുറേ അല്ല, 1-2 വീഡിയോസ് കണ്ടു. അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ, വിജയ് കയറി വരാൻ പാടാന്നാണ് പറയണേ. കാരണം DMK എന്ന് പറയുന്ന കുറേ ഘടകകക്ഷികളുള്ള പാർട്ടിയാണ്. CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ DMK-യിലാണ്. പിന്നെ AIDMK-യിലാണ് BJP ഉള്ളത്.
വിജയ് ഒറ്റക്കക്ഷിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ കയറി വരാൻ പാടാന്നാണ് തോന്നുന്നത്. പക്ഷെ പുള്ളി കുറേ സീറ്റൊക്കെ പിടിക്കുമായിരിക്കും അത്രത്തോളം. പിന്നെ വിജയ് ആയതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. ഞാനൊരു വിജയ് ആരാധകരാണ്. അതുകൊണ്ട് എനിക്ക് പുള്ളിയിലൊരു വിശ്വാസം ഉണ്ടല്ലോ. നമുക്ക് വിജയ് ആരാധകനാകുമ്പോൾ പുള്ളിയുടെ ഫാൻസ് പവർ, പുള്ളിയുടെ ഫാൻസ് ഷോയ്ക്ക് കേരളത്തിൽ തന്നെ കൂടുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഇപ്പം പുള്ളി നടത്തുന്ന റാലി പരിപാടികൾ, പ്രചരണം, അതിനൊക്കെ കൂടുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ പുള്ളിക്ക് എത്രത്തോളം സപ്പോർട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട്. അപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട്, അത് വേറെ കേസ്. നമ്മളിപ്പോൾ കുറേ വീഡിയോസൊക്കെ ഗലാട്ടാന്നൊക്കെ പറഞ്ഞൊരു ചാനലുണ്ട്. അതിനകത്തൊക്കെ വീട്ടുകളിൽ കൂടെ ഒക്കെ പോയി മൈക്കും പിടിച്ച ആൾക്കാർ ചോദിക്കുമ്പം കുറേ പേരൊക്കെ വിജയ് എന്ന് പറയേണ്ടത് പകുതിയാണ് സ്റ്റാലിൻ വിജയൊക്കെ. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും വിജയ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്നാ പറയാനുള്ള, റയൽ തോറ്റു ഗൈസ് ഇന്നലെ. റയലിൻ്റെ കുഴപ്പമില്ലാന്ന് ഞാൻ പറയട്ടെ. 4 എണ്ണവും മറ്റേ സെർജിയോ റാമോസും പെപ്പയൊക്കെ ഉള്ളപ്പോൾ ഉലകത്ത് കുഴങ്ങൂല കേട്ടോ. റയലിൻ്റെ ഒരു ഓറയ്ക്ക് പറ്റണ ബാക്ക് ഫോറൊന്നും അല്ല നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള. ഈ അലക്സാണ്ടർ അർണോൾഡിനെയും മറ്റേ എന്നാ പറയണേ എഡർ മിലിറ്റാവോനെയൊക്കെ എടുത്ത് വെളിയിൽ കളയണം. എന്നിട്ട് നല്ല ഉഷിരുള്ള ചെക്കന്മാരെ കൊണ്ടുവരണം. ആ റാമോസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മമാർക്ക് എതിർ ടീമിന് വരാൻ തന്നെ പേടിയായിരുന്നു. അതുപോലത്തെ റാമോസിനൊക്കെ പെപ്പയ്ക്കൊക്കെ ഉള്ള പകരക്കാരനെ കൊണ്ടുവരണം. ഇപ്പോഴത്തെ മെയിൻ ആൾക്കാരെ കൊണ്ടുവരണം ബാക്ക് ഫോറിലേക്ക്. ബാക്കിയെല്ലാം സെറ്റാണ് കേസ്. അല്ലാണ്ട് ഈ എംബാപ്പേനെയും വിനീഷ്യസിനെയും തെറി പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ആ ബാക്ക് ഫോർ ഒന്ന് അടിപൊളിയായിട്ട് പണിയുക. നല്ല ഓറയുള്ള റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം അണിയാൻ പറ്റിയ ചെക്കന്മാരെ കൊണ്ടുപോകുക. അല്ലാണ്ട് ഈ കൂട്ട് വിരദൂറികളെ പിടിച്ച് നിർത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അടുത്ത കേസ് എന്നാന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെപ്പോഴും നമ്മുടെ ഒരു വിഷയമാണ്. അതേ ഇവിടെ ചങ്കിലെടുത്ത് നോക്കി എൻ്റെ കാമുകയെ ഒന്ന് നോക്കിയാൽ പുള്ളീനെ കാണാം, ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാണാം. ചങ്കാണ് നമ്മുടെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ. റൊണാൾഡോ പ്രേമം തുടങ്ങിയത് 2005, 2006 തൊട്ടാണ്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹെയർ സ്റ്റൈലൊക്കെ മറ്റേ മുള്ളറ്റ്, എന്നാ ലുക്കല്ലേ അള്ളിയെ. ഏത് മേഖല എടുത്തോട്ടെ, ജിമ്മ്, ലുക്ക്, ഫാഷൻ, ഫുട്ബോള്, എവിടെ എടുത്തോട്ടെ, വർക്ക് എത്തിക്ക്, എല്ലാത്തിലും ഒന്നാമനാ. അങ്ങനെ വേണം മനുഷ്യനായ. പിന്നെ എന്നാ പറയാനുള്ളത്, തൊപ്പിയൊക്കെ എവിടെയാണ്, കാണാനില്ല കേട്ടോ. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ഗൈസ്? സുഖമല്ലേ എല്ലാവർക്കും? ഒരു പാട്ട് പാടിയല്ലോ. ഏതാ പാട്ട്? ഓമൽ കൺമണി ഇതിലെ വാ, കനവിൻ തിരകളിലൊഴുകി വാ, നാടിൻ നായകനാകുവാൻ എൻ ജീവനെ കരുതി, പുഴയുടെ പിന്നലായി ഒഴുകിക്കിട്ടിയ കർണനായി, നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരു നീ, മുകിൽ മേയുവാൻ മുകിലുകൾ, അതിൽ മാരി വീഴ്ചുവരുകൾ, നിനക്കൊരു കുടം മുയുമായി വഴിമഴ വരവായി. ഓഹോ ഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ, ഒരു ജന്മം നേടിയ നരൻ, ഓ നരൻ ഞാനൊരു നരൻ. അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏച്ചു കെട്ടി ചെയ്യേണ്ട ഒരു പരിപാടിയൊന്നുമല്ല. അത് റോയായിട്ട് റിയൽ സെൽഫായിട്ട് വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ചറ വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണം. നിങ്ങളാണ് മച്ചാന്മാരെ ബ്രാൻഡ്. അല്ലാണ്ട് നിങ്ങൾ വേറൊരു കണ്ടന്റ് എടുത്ത് അത് പഠിച്ച് അത് സ്ക്രിപ്റ്റ് എഴുതി അതൊന്നും അല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തുറന്നങ്ങോട്ട് കാണിക്കുക. അതാണ് കണ്ടന്റ്. ആൾക്കാർക്ക് കണക്റ്റ് ആവും. അപ്പം നമ്മൾ പച്ചയായിട്ട് നിൽക്കുക. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണം. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ചയായിട്ട് വന്ന് പറയണം. നമ്മൾ റിയൽ സെൽഫായിട്ട് നിൽക്കണം, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു അത്. പിന്നെ എന്താ ഗൈസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബോഡി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി ഗൈസ്. ആ പെണ്ണിനെയൊക്കെ പകരം വീട്ടണം. നമ്മുടെ വാല്യൂ എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം. തേച്ചിട്ട് പോയതാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അവൾ ഉദ്ദേശിച്ചത് വേറെ എന്തോ കണ്ടോ ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ദിവ്യ പ്രണയവും. അതാ പറ്റിപ്പോയത്. അപ്പോൾ എനിക്ക് എന്നാന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ കാണിച്ചു കൊടുക്കണം. എൻ്റെ ഒരു മോശം സമയത്ത് എന്നെ വേണ്ട, എന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എനിക്കൊരു വില തന്നില്ല, എന്നെ ബ്ലോക്കാക്കി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെർട്ടായി. അതിനാന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് വില കുറഞ്ഞവനാണെന്ന് എന്നെ തോന്നിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു കുറേ നാൾ. പക്ഷേ ഇപ്പോൾ ആ വിഷമമൊക്കെ പോയി. പക്ഷേ എനിക്ക് ലൈഫിൽ തിരിച്ചു വരണം. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. കംബാക്ക് അടിക്കണം കേട്ടോ. പച്ചയായിട്ട് പറയുമ്പോൾ അതിനൊരു സ്വത്തമുണ്ട്.
നമ്മുടെ ഒരു ഉള്ളു കാണാൻ പറ്റും ആൾക്കാർക്ക്, നമ്മളായിട്ട് കണക്ട് ചെയ്യും. എനിക്ക് തന്നെ എനിക്കൊരു സംതൃപ്തി ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കുറേ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംതൃപ്തി കിട്ടാൻ? അതെല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? ഇതും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. അത് ഭയങ്കരമായിട്ടൊരു കണക്റ്റ് ആവും ആൾക്കാരുമായിട്ട്. അപ്പോൾ അത് പിന്നെ എന്നാ ഗൈസ് പറയാനുള്ളത്? മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കമുണ്ട്. എനിക്ക് മോഡലിങ്ങിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് ബോഡി ബിൽഡാക്കി എടുത്ത് സ്കിൻ റുട്ടീനൊക്കെ നന്നായിട്ട് നോക്കി സ്കിന്നൊക്കെ അടിപൊളിയാക്കി മോഡലിങ്ങിന് ഇറങ്ങണമെന്ന് ഭയങ്കര താല്പര്യം. ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയി. ഈ 30 കൊല്ലത്തിനിടയ്ക്ക് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ പാസ്റ്റ്. ലിയോദാസ് സത്യട്ടെ, ദിസ് ഈസ് പാർത്ഥിബൻ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ലൈഫ് വന്നെങ്കിൽ നമ്മ മാറണം, അങ്ങനെ ലിയോദാസ് പറഞ്ഞേക്കണേ. അപ്പോൾ എനിക്ക് വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം കത്തി. ഈ വിജയിനെ കളിയാക്കണ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഇപ്പോഴും അവർ 2009-10 ജീവിക്കണമെന്ന് ഓർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വിജയിനെ കളിയാക്കണ ഒരു ട്രെൻഡായിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവർക്ക് ബസ് കിട്ടിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് മെർസലൊക്കെ ആയപ്പോൾ ആൾക്കാരെല്ലാവരും പുള്ളീനെ അംഗീകരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പുള്ളിയുടെ അപ്ഡേറ്റ് പോലും എന്നാന്ന് അവർക്ക് അറിയത്തില്ല, പുള്ളിയുടെ റേഞ്ച് എന്നാന്ന് അവർക്ക് അറിയത്തില്ല. അവരിപ്പോഴും വിജയ് മറ്റേ പാൻറ്റും ഷർട്ടും മടക്കി വെച്ച് മറ്റേ ബൂക്കെട്ട് ഇട്ടുകൊണ്ട് നടക്കണം. ആ കാലഘട്ടത്തിൽ അവരെ കളിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓറ ഉണ്ടായിരുന്നു അവർക്ക്. അത് ആ ഒരു സമയത്ത് അവർക്ക് ബസ് കിട്ടിയിട്ടില്ല. അവരിപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുകയോ വിജയ് ഏത് റേഞ്ചിൽ പോയി എന്ന് അവന്മാർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടേക്കാം ഇതെല്ലാം കൂടെ കൂട്ടി. ഓക്കെ.